ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും വളരെ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ജെറുസലേമിൽ കെയർ ഗീവർ ആയിട്ട് ജോലി ചെയ്യുന്ന അഖില എസ് ലാൽ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ്. നമുക്ക് അഖില എസ് ലാലിലേക്ക് വരാം. ഈ ദിവസങ്ങളിലായിട്ട് ഈ ഇറാന്റെ മിസൈൽ വർഷങ്ങൾ, അതുപോലെ ബോംബറിങ് ഈ ജെറുസലേം സിറ്റീനെ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് അവിടെ സിവിലിയൻ താമസിക്കുന്ന ഇടങ്ങളിലായിട്ട് കൂടുതൽ വന്നതെന്ന് അറിയാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതായത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ബങ്കറുകളിലാണോ നിങ്ങൾ താമസിക്കുന്നത്, അതോ എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഓക്കെ, സ്ഥിതിഗതികളിലൊക്കെ നമുക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ്. കാരണം ഇസ്രയേൽ ഗവൺമെന്റ് ഇവിടുത്തെ ഓരോ സിവിലിയൻസിനും വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്കിവിടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. റെഡ് അലേർട്ട്, അതുപോലെ തന്നെ ഹോം ഫ്രണ്ട് കമാൻഡ് പോലുള്ള ആപ്ലിക്കേഷനകത്ത് ഇസ്രയേൽ ഗവൺമെന്റ് ഓരോ സിവിലിയൻസിനും വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻ വളരെ കൃത്യമായിട്ട് തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇറാന്റെ ഭാഗത്തുനിന്നും ഇസ്രയേലിനെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക ഭൂപടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, വളരെ ചെറിയ ഒരു രാജ്യമാണ്. അപ്പൊ ഒരേ സമയം ഇറാന്റെ ഭാഗത്തു നിന്നും യമനിലെ ഹൂതികളുടെ ഭാഗത്തു നിന്നും പലസ്തീനിൽ നിന്നും മാസീവായിട്ടൊരു അറ്റാക്ക് ഇസ്രയേലിന് നേരെ വരുമ്പം നമ്മുടെ ആപ്ലിക്കേഷനകത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു വാർണിംഗ് വരും. അതായത് നമ്മൾ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറേണ്ടുന്നത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഞാനിപ്പോ നിൽക്കുന്നത് ജെറുസലേം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞാനിവിടെ 5ാം നിലയിലാണ് ഇവിടെ താമസിക്കുന്നത്. ഇതൊരു 9 നില കെട്ടിടമാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും അണ്ടർഗ്രൗണ്ടില് ഈ 9 നിലയിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു ബങ്കർ, ഒരു സേഫ്റ്റി റൂം ഇവര് സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ വേഗം തന്നെ ഈ ബങ്കറിലേക്ക് പോകുകയും സുരക്ഷിതമായിട്ട് നമ്മൾ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആപ്ലിക്കേഷൻ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹോം ഫ്രണ്ട് കമാൻഡ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. അതിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയുന്നുണ്ട്, പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നമ്മൾ പോയിരിക്കുക. ഇവിടുന്ന് നമുക്ക് പുറത്ത് പോകേണ്ട ആ ഒരു സമയം ആവുമ്പോഴത്തേന് ഇതിനകത്ത് ഒരു മെസ്സേജ് ഇടും, ഓക്കെ നിങ്ങൾ ഈ സേഫ്റ്റി റൂമിൽ നിന്ന് പുറത്ത് പോയിക്കൊള്ളുക, ഇപ്പം സ്ഥിതിഗതികളൊക്കെ നമുക്ക് ഓക്കെ ആണെന്ന് ഇവര് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ ഗവൺമെന്റ് അത്രയും നമ്മളെ ശക്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇസ്രായേൽ എന്ന രാജ്യത്തിലും ഇവിടുത്തെ ഗവൺമെന്റിനോട് നമുക്ക് അത്രയേറെ പ്രതിബദ്ധതയുണ്ട്. കാരണം ഞങ്ങളെ പോലുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് എനിക്കറിയില്ല, ലൈക്ക് വേറെ ഏതൊരു രാജ്യവും ഫോറിനേഴ്സ് ആയിട്ട് വരുന്നവരെ സെക്കൻഡറി സിറ്റിസൺ ആയിട്ട് കാണുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ 5 വർഷമായിട്ട് ജോലി ചെയ്യാണ്. ഈ 5 വർഷത്തെ എന്റെ അനുഭവ സമ്പത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സിവിലിയൻസ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സിറ്റിസൺ എന്നുള്ള ഒരു പരിഗണനയല്ല. ഇവിടുത്തെ എല്ലാവരും ഈക്വൽ ആണ്. നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഈ രാജ്യം നമ്മളെ കാണുന്നത്. അത്രത്തോളം നമുക്ക് റെസ്പെക്ട് തരുന്നുണ്ട്, അതുപോലെ നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പൊ ഈ യുദ്ധ സാഹചര്യം ഇപ്പൊ കണക്കിലെടുത്താലും നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ മനസ്സിലാവും, എനിക്ക് വലിയൊരു ആശങ്കയൊന്നും ഇല്ല. വളരെ അങ്ങനെ ഭീതിജനകമായ ഒരു അവസ്ഥയിലൂടെ ഒന്നുമല്ല നമ്മളിവിടെ കടന്നു പോകുന്നത്. ഇപ്പം പല മാധ്യമങ്ങളും പറയുന്ന പോലെയും റിപ്പോർട്ട് കൊടുക്കുന്ന പോലെയും അല്ല ഇവിടുത്തെ സ്ഥിതികൾ. കാരണം ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങൾ ആവത്തുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം ഞാൻ തരാൻ ബാധ്യസ്ഥയാണ്. കാരണം ഞാൻ നിൽക്കുന്ന ജെറുസലേം വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്. പക്ഷെ രാത്രി ആവുമ്പോഴത്തേന് ഇറാന്റെ ഭാഗത്തുനിന്ന് മാസീവായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയും പെട്ടെന്ന് സൈറൻ അടിക്കുകയും നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് ബങ്കറിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നു, വീണ്ടും ക്വയറ്റ് ആണ്. പിന്നെ പിന്നെ ഇല്ലെന്ന് പറയുന്നില്ല. അതായത് ഭീതിജനകമായ അവസ്ഥ പൂർണ്ണമായും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. 300-400 വരുന്ന ബാലിസ്റ്റിക് മിസൈൽ, അത്രത്തോളം പ്രഹരണ ശക്തി കൂടിയ ബാലിസ്റ്റിക് മിസൈലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിന് നേരെ അയക്കുന്നത്. അത് യാതൊരു നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇസ്രയേലിന്റെ കാര്യത്തിൽ ഞാൻ പറയാണ്, ഇസ്രയേൽ എവിടെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടും ഇസ്രയേൽ പറയാറുണ്ട് സാധാരണ ജനങ്ങളോട്, നമ്മൾ അവിടെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, നിങ്ങൾ അവിടുന്ന് പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. ഇത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് അത്രയും ശക്തമായിട്ട് അവർ ആക്രമിക്കുന്നത്. പക്ഷെ ഇസ്രയേൽ ഗവൺമെന്റും ഇസ്രയേൽ സൈന്യവും ഉണർന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയാലും വലിയ പ്രശ്നമില്ല. അതിന് മുന്നോടിയായിട്ട് നമുക്കിവിടെ സൈറൻ അടിക്കുന്നുണ്ട്, നമ്മൾ സേഫ്റ്റി റൂമുകളിലേക്ക് മാറുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ് പറയേണ്ടുന്നത്. പിന്നെ സാധാരണ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു 3 ദിവസമായിട്ട് ഉറക്കത്തിന്റെ ഒരു ചെറിയ ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് പേടിയെക്കാട്ടിലുപരി നമ്മൾ പെട്ടെന്ന് നല്ല ഉറക്കത്തിൽ കിടന്നുറങ്ങുമ്പോൾ 2:30-ക്കും വെളുപ്പിന് ഒരു 3 മണിക്കും പെട്ടെന്ന് സൈറൻ അടിക്കുവാണ്, നമ്മുടെ ഫോണിൽ അലാം അടിക്കണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ഓടി നമ്മൾ ബങ്കറിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഉറക്കത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥിതിഗതികളൊക്കെ ഓക്കെയാണ്. അത്രയും ഗവൺമെന്റ് നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ രാത്രിയില് വടക്കൻ മധ്യ ഇസ്രയേലിൽ ഉണ്ടായ
ആക്രമണത്തിൽ 8 സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോ ഇവര് സിവിലിയൻസിനെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ ഇസ്രയേൽ ഒന്നും ചെയ്യുന്നില്ല. കാരണം അവർ ലൈഫിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പം ഇറാനെ ആക്രമിക്കുന്നതിന് മുന്നോടിയായിട്ട് അവർ പറയുന്നുണ്ട് സാധാരണ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന്. അവരുടെ ആണവ നിലയത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ആൾക്കാരുടെ സ്ഥലത്ത് പോയിട്ട് ആ മെയിൻ കമാൻഡോസിനെ വധിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, 2300 കിലോമീറ്ററിൽ പരം ദൂരം ഇവിടുന്ന് പോയി സഞ്ചരിച്ചിട്ട് അവരുടെ ആണവ നിലയത്തെ തകർത്തിട്ട് അവരുടെ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഒളിച്ചിരുന്ന അവരുടെ കമാൻഡോകളെ ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് മാൻഹോളിലൂടെ ഒക്കെ പോയിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യം കണ്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാണ് ഇവര് പോയിട്ട് അവരുടെ ലക്ഷ്യം കണ്ട് അവർ തിരിച്ചു വന്നു. ലോക ഭൂപടത്തിലെ ഏറ്റവും ചെറിയ ഒരു രാജ്യമാണ് ഇത്രയും ശക്തമായ രീതിയിൽ 3 രാജ്യത്തിന് നേരെ ഒരുപോലെ നിന്ന് യുദ്ധം ചെയ്യുന്നത്. നമുക്ക് ചിന്തിക്കാനൊക്കെ പറ്റുമോ? എന്നിട്ട് അവിടുത്തെ ജനങ്ങള് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി ആ രാജ്യത്ത് നിൽക്കുന്നെങ്കിൽ അത് ഈ രാജ്യത്തിലും ഇവിടുത്തെ പ്രധാനമന്ത്രിയിലും ഇവിടുത്തെ സൈന്യത്തിലും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ യുദ്ധം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ അഖിലയുടെ വീട്ടുകാരെങ്ങനെയാണ്, അതായത് വീട്ടുകാരെങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ ഒരു സാഹചര്യത്തെ? സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വ്യക്തി പുറത്തു പോയി ജോലി എടുക്കുമ്പോൾ ആ രാജ്യത്ത് ഒരു യുദ്ധ അന്തരീക്ഷം ഉണ്ടാവുമ്പോൾ തീർച്ചയായും നമ്മുടെ വീട്ടുകാർക്ക് ഒരു ആശങ്ക ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും, എന്തായിരിക്കും ഇതിന്ന്. ഇപ്പൊ എന്റെ വീട്ടുകാരെ സംബന്ധിച്ച് എന്നോട് വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്, അത്ര പേടിയൊന്നുമില്ല. ഉള്ളിൽ ചിലപ്പോൾ പേടി കാണുമായിരിക്കും അവർക്ക്. കാരണം അവർ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം മാറി നിന്ന ഒരു യുദ്ധ സാഹചര്യത്തിലാണല്ലോ ജോലി ചെയ്യുന്നതെന്ന് ഓർക്കുമ്പം അവർക്ക് ഉണ്ടാവുന്ന ഒരു പേടിയുണ്ടാവും. പക്ഷെ എന്റെ അച്ഛനെ സംബന്ധിച്ചായാലും എന്റെ ആങ്ങളെ സംബന്ധിച്ചായാലും എന്റെ ഫാമിലിയെ സംബന്ധിച്ചായാലും ഇസ്രയേൽ എന്ന രാജ്യത്തിലെ അവർക്ക് വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 5 വർഷത്തിൽ തന്നെ എത്രയോ യുദ്ധങ്ങൾ ഞാൻ ഇവിടെ കണ്ടെന്നറിയാം. എത്രയോ തവണ കഴിഞ്ഞ ഒക്ടോബർ 7, അതായത് 2.5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒക്ടോബർ 7-ാം തീയതിയാണ് നമുക്കിവിടെ ഒരു വലിയ യുദ്ധം വരുന്നത്. ആ സമയം തൊട്ട് ഈ 2.5 വർഷമായിട്ട് നിർത്താതെ ഗാസയിലേക്കും പലസ്തീനിലേക്കും നമ്മൾ ഇവിടുന്ന് യുദ്ധം ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും യുദ്ധം എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും നമുക്ക് സൈറൺ അടിക്കുന്നുണ്ട്. പക്ഷേ ബാക്ക് ടു നോർമൽ, നമ്മളെല്ലാവരും നമ്മളുടെ സാധാരണ ജീവിതമാണ് ഇവിടെ നയിക്കുന്നത്. എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഏതൊരു യുദ്ധ സമയത്തും ഒരു രാജ്യം നേരിടുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അതിപ്പം ഏതൊരു യുദ്ധ നടക്കുന്ന ഒരു രാജ്യമായാലും സാമ്പത്തികമായിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരു നഷ്ടം, അതുപോലെ തന്നെ യുദ്ധാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മാനസിക നില, അതുപോലെ തന്നെ ഒരു അരക്ഷിതാവസ്ഥ, ഈ 2.5 വർഷമായിട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഞാനത് കണ്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യമാണെന്ന് നമുക്കറിയില്ല. നമ്മള് ഡാൻസ് ചെയ്യുന്നു, പാട്ട് ചെയ്യുന്നു. ഞാൻ അത്യാവശ്യം റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഡെയിലി ഞാൻ റീൽസ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എനിക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഓക്കെ ആയിട്ട്, കാര്യങ്ങളെല്ലാം വളരെ സന്തോഷവതിയായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു യുദ്ധ സാഹചര്യത്തിലാന്ന് പോലും നമുക്ക് ഓർമ്മ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ ഇങ്ങനെ അലേർട്സ് വരുന്നുണ്ട്. അപ്പം മിസൈൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഗാസയിൽ നിന്നൊക്കെ നമ്മുടെ മിസൈൽ ആദ്യമൊക്കെ വരുമ്പോ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, അയ്യോ മിസൈൽ വരുന്നു. പിന്നെ പിന്നെ നമ്മുടെ നാട്ടില് ദീപാവലിക്കും അല്ലെങ്കിൽ മറ്റേ പല കാർത്തിക അങ്ങനെയൊക്കെയുള്ള ഓരോ വിശേഷങ്ങൾക്ക് നമ്മൾ പടക്കം പൊട്ടിക്കുന്ന കണക്ക് ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇപ്പൊ ഒരു ചെറിയ സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വലിയ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കൊടുത്തുവിടുന്ന അവര് സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇസ്രയേലിന് സാമ്പത്തികമായിട്ട് യാതൊന്നും സംഭവിക്കുന്നില്ലെന്നാണ് എന്റെ നിലവിലെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാല് ഞങ്ങളുടെയൊക്കെ സാലറി കൂട്ടിയതല്ലാതെ കുറച്ചിട്ടില്ല. ഏതൊരു രാജ്യവും യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സാമ്പത്തികമായി ഉണ്ടാവുന്ന ആ ഒരു സാമ്പത്തിക ഭദ്രത അത് ഇവർ ഉറപ്പുവരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. സാധാരണ ജനങ്ങൾ എല്ലാവരും നോർമൽ രീതിയിലൂടെ തന്നെയാണ് ഇവിടുത്തെ കടന്നു പോകുന്നത്. പിന്നെ യുദ്ധം ഉണ്ടായെന്നും പറഞ്ഞ് നമ്മുടെ സാലറി കട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ഇതോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇസ്രയേൽ രാജ്യത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. നമുക്കൊക്കെ സാലറി ഭയങ്കരമായിട്ട് അവർ കൂട്ടിയത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ സെക്കൻഡറി സിറ്റിസന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന അതേ സാലറി തന്നെയാണ് നമുക്കും തരുന്നത്. ഇസ്രായേൽ ഗവൺമെന്റ് നമുക്ക്, അതായത് ഞങ്ങൾക്കൊക്കെ ഗവൺമെന്റ് ബിത്വാലൂമി എന്ന് പറയുന്നത്, അവിടെ നിന്നാണ് സാലറി നമുക്ക് മാസം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. ചിലര് പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചിലര് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ ബിത്വാലൂമി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അതിൽ വരുന്ന അവിടുന്ന് നമുക്ക് ഇന്ന് വരെയും അവിടെ ഒരു കട്ടിങ് വന്നിട്ടില്ല. ഈ നിമിഷം വരെയും കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഇവിടെ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ യുദ്ധത്തിന്റെ പേരിൽ നമ്മുടെ സാലറി കുറയ്ക്കുകയോ ഒന്നും കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തല്ല. ഓരോ തവണയും യുദ്ധ സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കുന്നല്ലോ,
ആ ഒരു ഇതിനെ അപ്രീസിയേഷൻ തരുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഏജൻസിക്കാരെ വിളിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ബാക്ക് ബോൺ ആയിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സോഷ്യൽ വർക്കേഴ്സ് ആയാലും ശരി, ഏജൻസിന്നായാലും കൃത്യമായിട്ട് നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഓക്കെ അല്ലേ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, സമയത്തിന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പം ഈ 200, 300, 400 കണക്കിന് മിസൈല് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ മിസൈല് വരുന്ന സമയത്ത് ഒരുപോലെ തന്നെ യമനിലേക്കും പലസ്തീനിലേക്കും ഇറാനിലേക്കും നമ്മുടെ സാധാരണ മിസൈൽ അല്ല, ബാലിസ്റ്റിക് മിസൈലാണ്. അത്രത്തോളം പ്രഹരണ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈല് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരേ സമയം അതിനെ എതിർത്ത് നിൽക്കുകയും ഇവിടുന്ന് അങ്ങോട്ട് മാസീവായിട്ടൊരു പിന്നെ മിസൈൽ ആക്രമണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം ഈ ഇറാൻ ഇവിടുന്ന് അങ്ങോട്ട് വിടുന്ന ഇപ്പം ഈ 300, 400, 500 കണക്കിനുള്ള ബാലിസ്റ്റിക് മിസൈലിന്റെ 10% ഇവിടെ വീണിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കിയേ. പക്ഷെ അത്രത്തോളം ഈ രാജ്യം പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന, ഡിഫെൻഡ് അല്ലെങ്കിൽ പ്രൊട്ടക്ട് എന്നല്ല, ആ വേർഡിന് പറയുന്ന ഡിഫെൻഡ് എന്നാണ്. ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും. അത്രത്തോളം ഈ രാജ്യത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, നമ്മളെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതിന് ഓരോ നിമിഷവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായ ആ ഒരു ആക്രമണത്തെ പറ്റിയിട്ട് പറഞ്ഞു. 8 പേര് നിലവില് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 8 പേര് മരിച്ചിട്ടുണ്ട്, നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതെന്ന് വെച്ചാല് ഈ ബങ്കറിലേക്ക് പോകുന്നവര് സേഫ് ആണ്. ആക്ച്വലി നമുക്ക് അലേർട്ട് വരും ആ ഒരു സമയത്ത്. ഇതിൽ പ്രധാനപ്പെട്ടത് ഇവിടുത്തെ തന്നെ അറബ് ഫാമിലിയിൽപ്പെട്ട 4 പേരാണ് കേട്ടോ മരിച്ചത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അലേർട്ട് വരുന്ന സമയത്ത് ബങ്കറിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി സേഫ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ തീർച്ചയായിട്ടും സംഭവിക്കും. കാരണം ഈ മിസൈൽ വന്ന് പതിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ അയൺ ഡോം ഉപയോഗിച്ച് ഇതിനെ നമ്മൾ തകർക്കുമ്പോൾ ഇതിന്റെ ചീളുകൾ വന്ന് വീഴാറുണ്ട്. ഇതിന്റെ ചീളുകൾ വന്ന് നമ്മുടെ പിന്നെ ഫ്ലാറ്റുകളിലേക്കൊക്കെ വീഴാറുണ്ട്. അപ്പം സേഫ്റ്റി റൂമിൽ ഇരിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല, അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അതിനെ സ്ട്രോങ് റൂം എന്ന് പറയുന്നത്. അപ്പം കെട്ടിടങ്ങൾക്ക് തീർച്ചയായിട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് വലിയ കുഴപ്പം സംഭവിക്കുന്നത്, അവർ സിവിലിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ സേഫ്റ്റി റൂമിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. അപ്പം നമ്മുടെ റെഡ് അലേർട്ട് അല്ലെങ്കിൽ ഈ ഹോം ഫ്രണ്ട് കമാൻഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് ഗോഡ്സ് ഗ്രേസ് പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അവസാനമായിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ നമ്മൾ ഈ പരസ്പരം കണ്ടുമുട്ടുന്ന ആൾക്കാർ, അക്വയൻറ്റൻസസ്, അതായത് പരിചിതരായ ആൾക്കാർ, മലയാളികൾ ആൾക്കാർ നമ്മൾ കണ്ടുമുട്ടാറുണ്ടോ, പ്രത്യേകിച്ച് ഈ പറയുന്ന ബങ്കറിൽ പോകുന്ന സമയത്തൊക്കെ? നമ്മുടെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്നവരിൽ മലയാളികൾ ഉണ്ട് തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന എന്റെ ഈ ഫ്ലാറ്റിൽ തന്നെ മുകളിലത്തെ നിലയിൽ മലയാളികളുണ്ട്. അപ്പൊ ബംഗറിലേക്ക് നമ്മൾ പോയിരിക്കുന്ന സമയത്ത് അവിടെ പിന്നെ ഇവരെല്ലാരും നമ്മളെ മീറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ പിന്നെ പ്രധാന കാരണം നമ്മൾ ബംഗറിൽ പോയിരുന്ന് നിങ്ങൾ വിചാരിക്കും അയ്യോ അവര് ഓടിപ്പോയി ബംഗറിൽ ഇരിക്കുവാണ്, പേടിച്ച് വിറച്ചിരിക്കുവാണ്. സത്യത്തില് ഞാൻ അതിന്റെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ എന്റെ ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ബംഗറിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ കാഴ്ചയാണ്. പുറത്ത് സൈറൺ അടിക്കുന്നുണ്ട്, ഇതുപോലുള്ള വലിയ കാര്യങ്ങളൊക്കെ, മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ പുറത്തു വരുന്നു. നമുക്ക് ഇസ്രയേൽ സൈന്യത്തോടുള്ള വിശ്വാസമാണ്. അയൺ ഡോം ഉപയോഗിച്ച് നമ്മുടെ രക്ഷാകവചം അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ തകർത്തു കളയുന്നുള്ള ആ വിശ്വാസത്തിന് പുറത്ത് നമ്മളവിടെ ആടുകയും പാടുകയും ചിരിക്കുകയും പല പല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പം ആ ഒരു ത്രെട്ട് വരുന്ന സമയത്ത് ഒരു 2-2.5 മണിക്കൂർ നമ്മൾ ബങ്കറിൽ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് വേണ്ടുന്ന കുടിവെള്ളമായാലും അത്യാവശ്യം വേണ്ടുന്ന സ്നാക്സുകൾ, കാര്യങ്ങള്, പിന്നെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കോപ്പുകളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ വരുമ്പോ നമ്മൾ പ്രത്യേകിച്ച് ഫോറിനറായിട്ടിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ട് കയറുമ്പോ ഇവിടുത്തെ ജനങ്ങൾ വന്നിട്ട് നമ്മളെ വാം വെൽക്കം ചെയ്യും. ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവിടെ ഓക്കെയാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ ഇവര് കൂട്ടിക്കൊണ്ട് പോയിട്ട് നമുക്ക് വേണ്ടുന്ന നിങ്ങൾ ഭക്ഷണം കഴിക്കുക കേട്ടോ, വെള്ളം കുടിക്കുക, ഇവിടെ എല്ലാം ഓക്കെയാണ്, നമുക്ക് അവര് ചീട്ട്, അതായത് കാർഡ്സ് നമുക്ക് പ്ലേ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. കുട്ടികളൊക്കെ അവിടെ നിന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. 2-2.5 മണിക്കൂർ സത്യത്തില് നമ്മൾ അറിയുന്നില്ല പോകുന്ന കാര്യങ്ങളൊന്നും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സത്യത്തില് അവിടുന്ന് പുറത്തു വരണമെന്ന് പോലും നമുക്ക് അങ്ങനെ ചിന്ത വരത്തില്ല. നമ്മൾ ഓക്കെയാണ് അവിടെ, നമുക്ക് ഒരു അല്ലാതെ പേടിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നമ്മൾ അവിടെ സുരക്ഷിതരാന്നറിയാം. 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷനകത്ത് വരുന്നുണ്ട്,
നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പൊ പുറത്ത് പോകുന്നു. അപ്പൊ എല്ലാരും ബായ് പറഞ്ഞിട്ട് പിന്നെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ശരി, അടുത്ത ഇത് വരുമ്പോ നമ്മൾ മീറ്റ് ചെയ്യാം. അത്ര ഹാപ്പി ആയിട്ട് നമ്മൾ ബായ് പറഞ്ഞിട്ടാണ് ബംഗറിൽ നിന്ന് വീണ്ടും വീടുകളിലേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, ഇത്ര നേരം നമ്മുടെ കൂടെ ആയിരുന്നത് ഇസ്രായേലിലെ ജെറുസലേമിൽ നിന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അഖില എസ് ലാലാണ്. താങ്ക് യു അഖില, ഈ ഒരു ചെറിയൊരു മീറ്റിങ്ങിൽ കേൾക്കാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി. അപ്പോൾ നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് യുദ്ധഭീതിയിലാണെങ്കിലും തന്നെ, ഇപ്പോൾ അഖില പറഞ്ഞനുസരിച്ച് നമുക്കറിയാം, യുദ്ധഭീതിയിലാണെങ്കിലും തന്നെ അവിടെ യുദ്ധഭീതി ഇല്ലാതെയാണ് അവിടുത്തെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഖിലയുടെ വാക്കുകൾ തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്ന ദിവസങ്ങൾ ഒരു പക്ഷേ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ പലപ്പോഴും പീസ് ട്രീറ്റി ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും തന്നെ നമുക്ക് പലപ്പോഴായി കൂടുതലായിട്ടും യുദ്ധമില്ലാത്തൊരു സാഹചര്യം ഇറാനും ഇസ്രായേലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.